ഓണക്കാലം എത്തിയതോടെ ഓലക്കുട നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശി ഗോവിന്ദനും ഭാര്യ ലളിതയും. ദൂരദേശത്ത് നിന്നുപോലും ആളുകൾ കുട വാങ്ങാനായി ഗോവിന്ദന്റെ വീട് തേടി എത്തുകയാണ്. വർഷങ്ങളായി ഓണക്കാലത്ത് പല ദേശങ്ങളിലും നാടുചുറ്റാനിറങ്ങുന്ന മാവേലി വേഷക്കാരുടെ കൈകളിലുള്ള ഓലക്കുടകൾ മടഞ്ഞെടുക്കുന്നത് തളിപ്പറമ്പ് കീഴാറ്റൂരിലെ ഗോവിന്ദനും ഭാര്യ ലളിതയുമാണ്. പതിറ്റാണ്ടിലേറെയായി ഇവരുടെ കൈവശമുള്ള പാരമ്പര്യമാണ് ഓലക്കുടയുടെ കരവിരുതിനു പിന്നിൽ. എല്ലാ ഓണക്കാലത്തിനു മുൻപായി ഗോവിന്ദന് തിരക്കിന്റെ ദിനങ്ങളാണ്. ചെറുപ്പം മുതൽ പിതാവ് കുട നെയ്യുന്നത് കണ്ടുപഠിച്ചാണ് ഗോവിന്ദൻ കുടനിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ഇതൊരു വരുമാന മാർഗമായി സ്വീകരിച്ചു. കുടപ്പനയുടെ ഓലയും മുളയുടെ കാലും ഓടയുടെ ഇല്ലിയും ഉപയോഗിച്ചാണ് കുട നിർമ്മിക്കുന്നത്. ദൂരദേശത്ത് നിന്നാണ് കുടനിർമ്മാണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഓണക്കാലത്തേക്കാൾ ഓലക്കുടകൾക്ക് ആവശ്യക്കാർ ഏറെയുള്ളത് തെയ്യക്കാലത്താണ്. നിരവധി കാവുകളിലേക്ക് ഗോവിന്ദൻ ഓലക്കുടകൾ നിർമ്മിച്ചു നൽകാറുണ്ട്. പലരും കുലത്തൊഴിൽ ഒഴിവാക്കി മറ്റു മേഖലകളിൽ ചേക്കേറുമ്പോൾ ഇന്നും കുലത്തൊഴിലിനെ ആശ്രയിച്ച് കഴിയുകയാണ് ഗോവിന്ദനും കുടുംബവും. ഇപ്പോൾ 8 വർഷമായി ഇപ്പം കുട നിർമ്മിക്കുന്നത്. അത് ക്ഷേത്രങ്ങളിലേക്കായിട്ടും ഈ മാവേലിക്കായിട്ടും സ്റ്റുഡിയോകളിലേക്കും കല്യാണ ആവശ്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇത് നമ്മുടെ സമുദായം എല്ലാവരും നിന്ന് ഇപ്പം ഈ പണി ചെയ്യുന്നില്ല. കുട്ടികളോടൊക്കെ പറയുമ്പോൾ അതൊന്നും ഈ പണിക്ക് നിൽക്കുന്നില്ല. ഇപ്പോൾ വൃദ്ധന്മാരെവിടെയുണ്ടോ അവർ ഇത് അറിയപ്പെടുന്നവർ മാത്രം ഇത് ചെയ്യുന്നു, അത്ര. ശീലക്കുടകൾ വന്നതോടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓലക്കുടകൾ അപ്രത്യക്ഷമായെങ്കിലും തെയ്യക്കാലത്തും ഓണക്കാലത്തും തങ്ങളെ തേടിയെത്തുന്നവർക്കായി ഓലക്കുടകൾ നിർമ്മിച്ച് ജീവിതം മടഞ്ഞെടുക്കുകയാണ് ഗോവിന്ദനും ഭാര്യയും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.